ഇന്ന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, പരമാണു മുതൽ പരലോകം വരെ, അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ, ദിക്ർ മുതൽ സ്വലാത്ത് വരെ, നിസ്കാരം മുതൽ മറ്റു നോമ്പ് വരെ സർവ്വതും ഓൺലൈൻ ആരാധനകളിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ഓൺലൈൻ ഇബാദത്തുകളിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. 1-2 വർഷങ്ങൾക്ക് മുമ്പും ഞാനിത് പല വേദികളിലും പറഞ്ഞു. ആത്മീയ ചൂഷണം നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്ത് ഒരു ദിക്ർ പറഞ്ഞു കൊടുത്താൽ ജനങ്ങൾ അംഗീകരിക്കാത്തൊരവസ്ഥയിലേക്ക് ആത്മീയ കച്ചവടക്കാർ ആത്മീയ ചൂഷണത്തിന്റെ പേരിൽ ഓൺലൈൻ ആരാധനകളിലൂടെ ആത്മീയ സദസ്സുകൾ സംഘടിപ്പിച്ച് ഗൂഗിൾ പേ നമ്പരും കൊടുത്തുകൊണ്ട് പണം സമ്പാദിക്കാനുള്ള വഴിയായി ഈ ദിക്റുകളെയും മജ്‌ലിസുകളെയും മാറ്റിയപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയമായ ഉണർവ് നഷ്ടപ്പെട്ട് ആത്മീയമായ അപചയത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടു. അതുകൊണ്ടാണ് ആൾക്കൂട്ടത്തിൽ ഇന്ന് എത്രത്തോളം വലിയ ഇബാദത്ത് ഏറ്റവും കൂടുതൽ കബൂലിയത്തിന്റെ ലക്ഷണമായി കൂട്ടുന്നത് എത്ര ആളുകൾ പങ്കെടുത്തു എന്നത് നോക്കിയിട്ടാണ്. ആ സമൂഹത്തിൽ അത്രയും വിലയും നിലയുമുള്ള ഒരാളായി മാറണമെങ്കിൽ അല്ലാഹ് നമ്മളെ ഇഷ്ടപ്പെടണം. അല്ലാഹ് നമ്മളെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീൽ ഇഷ്ടപ്പെടും അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം ഇഷ്ടപ്പെട്ടാൽ സർവ്വ മലക്കുകളും നമ്മളെ ഇഷ്ടപ്പെടും. അങ്ങനെ മലായിക്കത്തുകളുടെ ലോകത്ത് നമുക്ക് നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ മനുഷ്യന്റെ ലോകത്ത് നമുക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടൂ. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിന്റെ സ്നേഹം കിട്ടണം. അള്ളാഹ് ആരെയാണ് ഇഷ്ടപ്പെടുക? വിശുദ്ധ ഖുർആൻ എടുത്ത് ഇങ്ങനെ പരിശോധിച്ചാൽ ഇന്നല്ലാഹ യുഹിബ്ബു ഇന്നല്ലാഹ യുഹിബ്ബു ഇന്നല്ലാഹ യുഹിബ്ബു എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൃത്യമല്ല, ഞാൻ മുമ്പെപ്പോഴോ ഏതോ ഒരു സദസ്സിൽ ഞാനത് പ്രസംഗിച്ചു. 8, 9, 10 ഒക്കെയാണെന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ കൃത്യമാവുന്നില്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിഭാഗമുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, മഹാനായ ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദൽ ഖഫിയാ. അല്ലാഹുവിന്റെ ഹബീബ് അവിടെ പറയുകയാണ്, അല്ലാഹു ഇഷ്ടപ്പെടുന്നത് ആരെയെന്നറിയോ? പെരിങ്ങത്തൂരിലെ ആണുങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളെ അല്ലാഹുവിന് ഇഷ്ടം വേണോ? അല്ലാഹ് നിങ്ങളെ സ്നേഹിക്കണോ? അല്ലാഹ് നിങ്ങളോട് ഇഷ്ടം വെക്കണോ? എന്റെ പെങ്ങളെ, ആര് സ്നേഹിക്കുന്നതിനേക്കാൾ വലുത് നമുക്ക് നാഥൻ സ്നേഹിക്കല. കാമുകനെ സ്നേഹിക്കുന്നതിനേക്കാൾ നമുക്ക് വലുത് അല്ലാഹ് സ്നേഹിക്കലല്ലേ? കാമുകനെ സ്നേഹിച്ചാൽ ഒരുപക്ഷെ അവന്റെ കയ്യിലുള്ള ചുറ്റിക കൊണ്ട് നെറ്റിത്തടമടിച്ച് പൊട്ടിച്ചു കളയാൻ സാധ്യതയുണ്ട്. കാമുകിയാണ് നമ്മളെ സ്നേഹിക്കുന്നതെങ്കിലോ അവളുടെ കയ്യിലിരിക്കുന്ന ജ്യൂസിലെ കഷായ ചേർത്തിട്ട് അതിൽ വല്ലാത്ത വിഷം ചേർത്തിട്ട് നമുക്ക് തന്ന് കൊന്നുകളയാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാക്ഷര കേരളം എന്ന രാക്ഷസ കേരളത്തില് ഇത് രണ്ട് സംഭവിച്ചതാണ് സമീപകാലത്ത്. എന്നാൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരങ്ങളോട് പറയട്ടെ, ഏത് പാതിരാത്രിയിലും നമുക്ക് സ്നേഹം തിരിച്ചു കിട്ടുന്ന ഒരേ ഒരു സ്നേഹമേതാ? നമ്മൾ എത്ര കൊടുക്കുമോ ആ സ്നേഹത്തിന്റെ 1000 ഇരട്ടി നമുക്ക് തിരിച്ചു കിട്ടുന്ന റിയൽ പ്രണയമേതാണ്? ഒറിജിനൽ സ്നേഹമേതാണ്? കാമുകനെ സ്നേഹിക്കുന്നത് പോലെയല്ല, കാമുകനെ കാമുകിയെ സ്നേഹിക്കുന്നത് പോലെയല്ല. പെണ്ണ് ആണിനെ സ്നേഹിക്കുന്നത് എന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടാകാം. ആണ് പെണ്ണിനെ സ്നേഹിക്കുന്നത് അവളുടെ ശരീരമോ അവളുടെ ആഭരണങ്ങളോ മോഹിച്ചിട്ടാകാ. പക്ഷേ റിയൽ സ്നേഹം എവിടെയാണ്? ഒറിജിനൽ പ്രണയം എവിടെയാണ്? നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നമ്മൾ സ്ഥാനം കൊടുക്കേണ്ട നമ്മുടെ സൃഷ്ടാവുണ്ടല്ലോ. ആര് നമ്മളെ കൈയൊടിഞ്ഞാലും എല്ലാരും നിന്നെ വീട്ട് തെറ്റിയകന്ന് പോയാലും ശരി ഇല്ലല്ലോ തെല്ലും വിഷാദം കൂട്ടിനു നീങ്കിൽ. എല്ലാരും നിന്നെ വീട്ട് തെറ്റിയകന്ന് പോയാലും ശരി ഇല്ലല്ലോ തെല്ലും വിഷാദം കൂട്ടിനു നീങ്കിൽ. ആര് നമ്മളെ കൈയൊടിഞ്ഞാൽ, നമ്മുടെ ഭർത്താവ് നമ്മളെ കൈയൊടിഞ്ഞാൽ, നമ്മുടെ ഭാര്യമാര് നമ്മളെ തള്ളിപ്പറഞ്ഞാൽ, നമ്മുടെ പൊന്നുമക്കളെ നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ, മാതാപിതാക്കള് സ്വത്ത് തരാതെ നമ്മളെ തടഞ്ഞു വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമ്മളെ കൈയൊഴിയാത്ത ഒരേ ഒരു സൃഷ്ടാവ്, നമ്മളെ സ്നേഹിക്കുന്ന സൃഷ്ടാവ്. ഒരു പെണ്ണിന് തന്റെ കുഞ്ഞിനോടുള്ള സ്നേഹം എത്ര വലുതാ, ഒരു ഉമ്മയ്ക്ക് തന്റെ മക്കളോടുള്ള സ്നേഹം എത്ര വലുതാ. ആ സ്നേഹത്തിൽ
സ്നേഹത്തിന്റെ 100 ഇരട്ടി അള്ളാഹു തന്റെ ദാസന്മാരെ സ്നേഹിക്കുന്നു എന്ന് ഇന്നേ വരെ കളവ് പറയാത്ത നമ്മുടെ നായകൻ അജയ്യനായ അമരക്കാരൻ മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞെങ്കിൽ പ്രിയപ്പെട്ടവരെ, മാതാവിനും മക്കളോടുള്ള സ്നേഹത്തെക്കാൾ 100 ഇരട്ടി സ്നേഹമുള്ള നമ്മളെ ജീവനായ സ്നേഹിക്കുന്ന നമ്മുടെ അല്ലാഹ്, ആ പടച്ചവനെ സ്നേഹിക്കുന്നത് ആരെയാണെന്നറിയോ? ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദൽ ഖഫിയ. ഒരു ദാസനെയാണ് അല്ലാഹു ഇഷ്ടപ്പെടുക. ഏത് ദാസനാണ്? ആ ദാസന്റെ മേൽ വിലാസ അൽ ഖഫിയ. ഖഫി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അല്ലദീ യക്സുറു മിൻ ഇബാദത്തില്ലാഹി ഫീ ഖൽവതിഹി. ഒറ്റയ്ക്കിരിക്കുമ്പോ പടച്ചവനെ അധികമായി ഓർക്കുന്നവനാ, ആൾക്കൂട്ടത്തിൽ അല്ലാഹുവിനെ ഓർക്കുന്നവനെന്നല്ല. ഖഫി എന്ന് പറഞ്ഞാൽ ഗോപ്യമായി പടച്ചവനെ ഓർക്കുന്നവനെന്നാണ്. അതീവ രഹസ്യമായി അല്ലാഹുവിനെ ഓർക്കുന്നവനെന്ന് പറഞ്ഞ ആരുമില്ല. തന്റെ ഭാര്യ അടുത്തില്ല, തന്റെ ഭർത്താവ് അടുത്തില്ല, തന്റെ മക്കളെടുത്തില്ല, തന്റെ കൂട്ടുകാരില്ല, വീട്ടുകാരില്ല, നാട്ടുകാരില്ല, അയൽക്കാരില്ല, ആരുമില്ല. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അവന് 100 ചിന്തകൾ കടന്നു വരികയാ. ഇന്ന് നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് സ്വകാര്യമായ മൊബൈലിന്റെ ലോക്കഴിച്ചിട്ട് പലതും കാണുക. ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് നമുക്ക് മെസ്സേജ് അയക്കേണ്ടവർക്ക് മെസ്സേജ് അയക്കുക. ആ സമയത്ത് ഏകനായ സൃഷ്ടാവായ സംരക്ഷകനായ സംഹാരകനായ കല്ലിടുക്കിലെ പുൽക്കൊടിക്ക് പോലെ കൊടുനീര് കൊടുക്കുന്ന അല്ലാഹ്, ആ പടച്ചതമ്പുരാനെ ധാരാളമായി ഓർക്കുന്നവരാരാണ്? അവരെയാണ് പടച്ചവനിഷ്ടമെന്ന് ആദരവായ പ്രവാചകന് പറയുന്നതായി ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുമ്പോ, അങ്ങനെ പെരിങ്ങത്തൂരിലെ നിങ്ങൾ ഓരോരുത്തരും അല്ലാഹുവിനെ ഒറ്റയ്ക്കിരിക്കുമ്പോ ഓർക്കാം. നിങ്ങളും മനസ്സ് കാണിച്ചാൽ എനിക്കതിനുള്ള മനസ്സുണ്ടായ എന്നോട് പടച്ചവന് വലിയ സ്നേഹമാണ്. അങ്ങനെ ഞാൻ അല്ലാഹുവിന്റെ പ്രേമവാചനമായ മലക്ക് ജിബ്രീൽ എന്നെ ഇഷ്ടപ്പെടുന്നതാ. ജിബ്രീൽ എന്നെ സ്നേഹിക്കുന്ന സമയം മുതൽ വാനലോകത്തുള്ള എണ്ണമറ്റ മാലാകമാരെന്നെ പ്രണയിക്കുന്നതാ. അങ്ങനെ മലക്കുകൾ എന്നെ സ്നേഹിച്ചു കഴിഞ്ഞാ ഞാൻ ലോകത്ത് എവിടെ നിന്ന് എന്ത് പറഞ്ഞാലും ഒരു സമൂഹം അംഗീകരിക്കുന്നതാ. ലോകം മുഴുവനും എന്റെ വാക്ക് കേൾക്കാൻ വെമ്പൽ കൊള്ളുന്നതാണ്, ജാഗ്രതയോടെ കാത്തിരിക്കുന്നതാണ്. അതല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാൾ പോലും നമ്മളെ കേൾക്കാനുണ്ടാവൂല, ഒരാൾ പോലും നമ്മളെ അംഗീകരിക്കില്ല. അതുകൊണ്ട് പടച്ചവന്റെ സ്നേഹത്തിലൂടെ മലക്കുകളുടെ സ്നേഹം കിട്ടി സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളും അംഗീകരിക്കാ ഒരേ ഒരു വഴിയേ നമ്മുടെ മുമ്പിലുള്ളൂ. അത് ഒറ്റക്കിരിക്കുമ്പോ അല്ലാഹുവിനെ ഓർക്കലാണ്. എത്ര പേർക്ക് അതിന് കഴിയുന്നുണ്ട്? എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ആൾക്കൂട്ടത്തിൽ നമ്മൾ വലിയ ദിക്റുകൾ ചൊല്ലും. ഇന്നിപ്പോ അങ്ങനെയാണല്ലോ, ആൾക്കൂട്ടമാണ്. ഇന്നിപ്പോ ഒരു മജ്‌ലിസ് നടക്കുമ്പോ തന്നെ ആ മജ്‌ലിസിന്റെ സ്വീകാര്യത കണക്കാക്കപ്പെടുന്നത് എത്ര ആളുകൾ വാച്ച് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ്. കാരണം ഇന്ന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, പരമാണു മുതൽ പരലോകം വരെ, അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ, ദിക്ർ മുതൽ സ്വലാത്ത് വരെ, നിസ്കാരം മുതൽ മറ്റു നോമ്പ് വരെ സർവ്വതും ഓൺലൈൻ ആരാധനകളിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ഓൺലൈൻ ഇബാദത്തുകളിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. 1-2 വർഷങ്ങൾക്ക് മുമ്പും ഞാനിത് പല വേദികളിലും പറഞ്ഞു. ആത്മീയ ചൂഷണം നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്ത് ഒരു ദിക്ർ പറഞ്ഞു കൊടുത്താൽ ജനങ്ങൾ അംഗീകരിക്കാത്തൊരവസ്ഥയിലേക്ക് ആത്മീയ കച്ചവടക്കാർ ആത്മീയ ചൂഷണത്തിന്റെ പേരിൽ ഓൺലൈൻ ആരാധനകളിലൂടെ ആത്മീയ സദസ്സുകൾ സംഘടിപ്പിച്ച് ഗൂഗിൾ പേ നമ്പരും കൊടുത്തുകൊണ്ട് പണം സമ്പാദിക്കാനുള്ള വഴിയായി ഈ ദിക്റുകളെയും മജ്‌ലിസുകളെയും മാറ്റിയപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയമായ ഉണർവ് നഷ്ടപ്പെട്ട് ആത്മീയമായ അപചയത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടു. അതുകൊണ്ടാണ് ആൾക്കൂട്ടത്തിൽ ഇന്ന് എത്രത്തോളം വലിയ ഇബാദത്ത് ഏറ്റവും കൂടുതൽ കബൂലിയത്തിന്റെ ലക്ഷണമായി കൂട്ടുന്നത് എത്ര ആളുകൾ പങ്കെടുത്തു എന്നത് നോക്കിയിട്ടാണ്. ഞാൻ പറയുന്ന തിരിയുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ഈ സദസ്സിൽ 10,000 പേര് പങ്കെടുത്തു, 1000 പേര് പങ്കെടുത്തു. ഉറൂസിനൊക്കെ പല വേദികളിലും പ്രസംഗിക്കാൻ വിളിക്കും. ഞാൻ പരമാവധി ഞാൻ ഉറൂസാണെന്ന് പറയുമ്പോ തന്നെ ചോദിക്കുന്ന ഒന്ന്, ആനയുണ്ടോ? ആനയുണ്ടെങ്കിൽ നിങ്ങൾ വേറെ കാട്ടിന്ന് ഏതെങ്കിലും ഉസ്താനെ വിളിച്ചോളേ, എന്നെ കിട്ടൂല. അതേപോലെ ഇസ്ലാമിൽ നിരക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ഈ ഉറൂസിനുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ്
അള്ളാഹുവിനെയും ഹബീബിനെയും മൗലിയാക്കളെയും പറയാൻ വേണ്ടിയിട്ട് ആ സദസ്സിൽ ഞാൻ പോവുക. ഒപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ചോദിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം, കാരണം നമ്മളിങ്ങനെ വലിയ വായിൽ പ്രസംഗിക്കും, ആണും പെണ്ണും ഒക്കെ ചന്തകളിലാണ്. അവര് കരിമ്പിൻ ജ്യൂസും കുടിച്ച് ഐസ്ക്രീമും കുടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. നമ്മളിവിടെ അള്ളാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ ഓതി പ്രസംഗിക്കുകയാണ്. പെണ്ണുങ്ങൾ ഐസ്ക്രീം ഇങ്ങനെ കുടിച്ചുകൊണ്ട് നടക്കുകയാണ്, കരിമ്പിൻ ജ്യൂസ് കുടിച്ചുകൊണ്ട് ആണുങ്ങൾ നടക്കുകയാണ്. കുട്ടികൾ അവിടെ സർക്കസ് കാണുകയാണ്. ഇതൊക്കെയാണ് മഹാന്മാരുടെ ഉറൂസിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, സംഘാടകർക്ക് ബോധമില്ല, ഈ നടത്തുന്നവർക്ക് പണമാണ് ഏറ്റവും വേണ്ടത്. ഞാൻ പ്രസംഗിക്കുമ്പോ മരണത്തെപ്പറ്റി പറയണമെന്ന് പറഞ്ഞു. മരണത്തെപ്പറ്റി ഞാൻ പ്രസംഗിക്കുമ്പോ എന്റെ വേദിയുടെ ഇതേ ഈ സ്റ്റേജിന്റെ തൊട്ടു പുറകിൽ മരണക്കിണർ. ഞാനിവിടെ മരണത്തെപ്പറ്റി പ്രസംഗിക്കുന്നു, കേൾക്കാൻ ഒരു നായ പോലും ഇല്ല. തൊട്ടപ്പുറത്ത് മരണക്കിണർ, ആണും പെണ്ണും ഒക്കെ കമന്ന് കിടക്കുക മരണക്കിണർ കാണാൻ. ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ഉറൂസുകൾ നടത്തുമ്പോ ഞാൻ ചിന്തിച്ചു പോയി, പടച്ചവനെ, ഈസാ നബിയുടെ കാലമായിരുന്നെങ്കിൽ നബിയെ കണ്ടിട്ട് ഈ മരിച്ചു കിടക്കുന്ന ആളിനെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞാൽ കുംബി ഇതിനില്ല എന്ന് പറയുമ്പോ ആ മയ്യത്ത് എഴുന്നേറ്റ് വരുമായിരുന്നു. ഖുർആൻ തന്നെ പറഞ്ഞ മുഅ്ജിസത്താണ് ഈസാ നബിയുടെ. അങ്ങനെ എങ്ങനെ ഏതെങ്കിലും കേരളത്തിൽ ഏതെങ്കിലും ഔലിയാക്കള് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമെങ്കിൽ ആദ്യം കൊടുക്കുന്ന സംഘാടകർക്കാടി, ഉറൂസ് കമ്മിറ്റിക്ക്. ഒരു സംശയമില്ല കാര്യത്തില്. എല്ലാം ആത്മീയ ചൂഷണങ്ങളായി മാറി. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് പെരിങ്ങത്തൂരിൽ ഈ സയ്യിദിന്റെ പേരിലുള്ള ഉറൂസ് അല്ലെങ്കിൽ അതിന്റെ സ്മരണ നടക്കുന്നത്. ഇവിടെ എന്താ നടന്നത്? ഇവിടെ ചന്തയില്ല, ഇവിടെ മാർക്കറ്റില്ല. ഇനി ഉണ്ടെങ്കിൽ പോലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ചടക്കമുള്ള ഒരു സമൂഹത്തിന്റെ മുമ്പിൽ അഷ്റഫുൽ ഖൽഖിന്റെ അപദാനങ്ങൾ പാടി പുകഴ്ത്തി ആഷിഖുർ റസൂൽ, ഒരു വലിയ മനുഷ്യനാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ ഇന്ന് കണ്ടത്. അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. വലിയ മനുഷ്യനാണ്, വലിയ മനുഷ്യനാണ്. ആ മനുഷ്യനെ ഇവിടെ കൊണ്ടുവന്നു ദുആ ചെയ്യിപ്പിച്ചു. ഇനി ഏഴിമല സഫ്വാൻ തങ്ങളുണ്ട് വരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനിടയിൽ അള്ളാഹുവിനെ പറ്റി പറയുന്ന ഒരു സദസ്. ഇതിന് തൊട്ടു മുമ്പ് വരെ അഷ്റഫുൽ ഖൽഖിനെ പറ്റി ഇങ്ങനെ വാനോളം പുകഴ്ത്തുന്ന മദ്ഹ്. ഇതല്ലേ ഒരു വലിയ ഇബാദത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ 10,000 പേര് പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് കസേരകളുടെ എണ്ണവും ആൾക്കൂട്ടവും നോക്കിയിട്ടാണ് അവിടെ കബൂലായി എന്ന് പറയുന്നതിനേക്കാൾ ഓൺലൈനിൽ കണ്ടിട്ട് എത്ര വ്യൂവേഴ്സ് ഉണ്ടെന്ന് നോക്കിയിട്ട് അതാണ് കബൂലിയത്തിന്റെ ലക്ഷണമെന്ന് പറയുന്ന ഈ പുത്തൻ ലോകത്തെ ആധുനിക സംവിധാനങ്ങളിൽ ന്യൂ ജനറേഷന്റെ ആത്മീയ കച്ചവടത്തിന്റെ പേരിലുള്ള ആൾക്കൂട്ടങ്ങളുടെ ആ ഒരു വലിയ ആരവം കണ്ടിട്ട് ആരാധനകൾ കബൂൽ ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ തെറ്റി. ആരുമില്ലാത്ത സമയത്ത് അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഖഫി. ആരും ഇല്ലാത്തപ്പോ ഓർക്കണം, ഒറ്റക്കിരിക്കാൻ. ആ സമയത്ത് നിന്റെ കാമുകയെ ഓർത്താൻ പറ്റൂല, ആ സമയത്ത് നിന്റെ കാമുകനെ ഓർത്താൻ പറ്റൂല, ആ സമയത്ത് നീ റബ്ബിനെ ഓർക്കണം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിനക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടും. കിട്ടിയാലോ മലക്കുകൾ ഇഷ്ടപ്പെടും. മലക്കുകൾ ഇഷ്ടപ്പെട്ടാലോ ആദ്യം മലക്കുകളുടെ ലോകത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണം നിനക്ക്, എന്നാലേ ഭൂമിയിൽ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അള്ളാഹു ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യതയുള്ള ഒരു സമൂഹമാക്കി നമ്മളെ മാറ്റട്ടെ. അള്ളാഹു അങ്ങനെ ഒരു കൗമാക്കി നമ്മളെ മാറ്റട്ടെ. അങ്ങനെ മാറണമെങ്കിൽ നമ്മൾ എപ്പോഴും അള്ളാഹിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക, ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് തരട്ടെ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്ക് അള്ളാഹിനെ ഓർക്കാൻ കഴിയണം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇബാദത്ത് എടുക്കാൻ കഴിയണം. അല്ലാതെ ഒരുപാട് അമലുകളൊക്കെ നമ്മൾ ചെയ്ത് ഇന്നിപ്പോ എല്ലാ ആളുകളും പറയുന്നത് വളരെ അഭിമാനം തോന്നി. സ്ത്രീകളുടെ വിഷയത്തിൽ ഇവിടെ ദിക്റിന്റെ തഹ്ലീലിന്റെ എണ്ണം പറഞ്ഞപ്പോ അത് ചെറിയ കാര്യമല്ല. ഞാൻ ജോലി നോക്കുന്ന ജുമഅയ്ക്ക് പോകുന്ന പള്ളിയില്, തിരുവനന്തപുരത്ത് സെൻട്രൽ ജുമാ മസ്ജിദില് ഒരു റബീഉൽ അവ്വൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാന് ഒരു ജുമഅയ്ക്ക് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഭാര്യമാര് റബീഉൽ അവ്വൽ 1, ഈ റബീഉൽ അവ്വൽ 1 മുതൽ നിങ്ങൾ റബീഉൽ അവ്വൽ തീരുന്നത് വരെ 4 ജുമഅ കിട്ടി. ഈ 4 ജുമഅയുടെ ഉള്ളിൽ അഥവാ ഒരു മാസക്കാലം പുണ്യ റബീഇന്റെ പുണ്യ വസന്തത്തിന്റെ ഈ രാവിലും പകലിലും നിങ്ങൾ ഭാര്യമാരെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കണം. എന്നിട്ടത് എഴുതി വെക്കണം കണക്ക്. ജുമഅയ്ക്ക് വരുമ്പോൾ നിങ്ങൾ കൊണ്ടുപോയോ? ആ ജനങ്ങളോടത് പറഞ്ഞു.
ചില ആള് ഷഅബാൻ ഫുള്ള് നോമ്പ്, റമദാൻ ഫുള്ള് നോമ്പ്, ഷഅബാൻ ഫുള്ള് നോമ്പ്, റമദാൻ ഫുള്ള് നോമ്പ്, ശവ്വാലിന്റെ ആദ്യത്തെ 6 ദിവസം നോമ്പ്, പെരുന്നാൾ കഴിഞ്ഞു മുതൽ 6 ദിവസം അവര് നോമ്പ്, ശവ്വാലിന്റെ 6 നോമ്പ്, ദുൽഹിജ്ജ 1 മുതൽ 10 വരെ നോമ്പ്, 9 വരെ, 10 പെരുന്നാളാണ്, മുഹറം 1 മുതൽ 10 വരെ നോമ്പ്. അവർ സുന്നത്ത് നമസ്കാരങ്ങളും സുന്നത്ത് നോമ്പുകളും പിടിക്കുന്നവരാണ്, ഒരുപാട് സ്വലാത്ത് ചെല്ലുന്നവരാണ്, ലക്ഷക്കണക്കിന് ദിക്റുകൾ ചെല്ലുന്നവരാണ്. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും പ്രിയപ്പെട്ടവരെ, ആരോരുമില്ലാത്ത സമയത്തെ ഏകാന്തതയിൽ അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ, പടച്ചവനെ നമ്മൾക്ക് ഓർമ്മ വന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇബ്നു മാജ റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ലഅലമന്ന അഖവാമൻ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിലുള്ള ഒരു വിഭാഗം ആളുകൾ യഅതൂന യൗമൽ ഖിയാമ, അവര് പരലോകത്ത് വരുന്നത്, ഖിയാമത്ത് നാളിൽ വരുന്നത് എങ്ങനെയെന്നറിയോ? ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമ, തിഹാമ പർവ്വതത്തിന്റെ വലിപ്പത്തിന് അമലുകളുമായിട്ടാണ്. എണ്ണമറ്റ സലാത്തുകളാണ്, ഒരുപാട് ദിക്റുകളാണ്, ഒരുപാട് സുന്നത്ത് നോമ്പുകളാണ്, ഒരുപാട് നമസ്കാരമാണ്, പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട്, മജ്ലിസിൻ നൂറിൽ പങ്കെടുത്തിട്ടുണ്ട്, അതുപോലെ ഇശ്ഖിന്റെ മജ്ലിസിൽ പങ്കെടുത്തിട്ടുണ്ട്, ഒരുപാട് തഹ്ലീൽ ചൊല്ലി, തക്ബീർ ചൊല്ലി, ഇതെല്ലാം ഒരുപാട് കൊട്ടക്കണക്കിന് ചെയ്തുകൊണ്ട് നാളെ പർവ്വത സമാനമായ തിഹാമ പർവ്വതത്തിന്റെ വലിപ്പത്തിൽ അമലുകളുമായിട്ട് എന്റെ സമുദായത്തിന്റെ ചില ആളുകൾ നാളെ പരലോകത്ത് വരും. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫയജ്അലുഹല്ലാഹു ഹബാഅൻ മൻസൂറാ, പടച്ചതമ്പുരാൻ അതിനെയൊക്കെ എങ്ങനെയാ പെരുമാറുന്നതെന്നറിയോ? അല്ലാഹു ധൂമധൂളികളാക്കി കളയുമെന്നാണ്. അപ്പുപ്പൻ താടി പോലെ പറന്നു നടക്കുന്നതാണ്, ചേമ്പലകില് മഴവെള്ളം വീഴും പോലെ, ഒരു കുമിള പൊട്ടും പോലെ, ബലൂൺ പൊട്ടും പോലെ, അതെല്ലാം നിഷ്ഫലമാണ്. സഹബാ, സഹോദരങ്ങളെ ശ്രദ്ധയോടെ കേട്ടെ, എന്താ റസൂല് പറഞ്ഞതിന്റെ സമുദായത്തിന് അമലില്ലാത്തത് കൊണ്ടല്ല, അമല് അവര് ചെയ്യുന്നത് നിസ്സാരമായ അമലുകളുമായിരിക്കില്ല. തിഹാമ പർവ്വതത്തിന്റെ വലിപ്പത്തിന് അമലുകളുമാകട്ടെ പരലോകത്ത് വരും, ആ അമലുകള് അവരെ രക്ഷപ്പെടുത്തില്ല സഹബാ. എന്തുകൊണ്ടെന്നറിയോ? ഫയജ്അലുഹല്ലാഹു ഹബാഅൻ മൻസൂറാ, ഒരു കുമിള പൊട്ടുന്നത് പോലെ പടച്ചതമ്പുരാൻ അതിനെ നശിപ്പിച്ചു കളയുന്നതാ. ഇത് കേട്ടപോലെ സംഭീതരായി, പരിഭ്രമചിത്തരായി, വിഷാദ വിഷണ്ണരായ, വ്യാകുല വിഹുലരായി സഹാബാക്കൾ നബി തങ്ങളോട് ചോദിക്കുന്ന, സിഫുഹും ലനാ യാ റസൂലല്ലാഹ്, അവരാരാണെന്ന് ഞങ്ങളോടൊന്ന് പറയുമോ നബിയേ? എന്തുകൊണ്ടാണ്? അല്ലാ നകൂന മിൻഹും, ഞങ്ങൾ അവരിൽ പെടാതിരിക്കാനാണ്. അവരാരാണെന്നൊന്ന് വിശദീകരിക്കുവോ? അവരുടെ അഡ്രസ് ഒന്ന് പറയുമോ? മേൽവിലാസം ഒന്ന് പറയുമോ എന്ന് പറഞ്ഞപ്പോ ആരംഭപ്പൂവായ ഹബീബ് അവിടുത്തെ റിസാലത്തിന്റെ പൊൻചമ്പകപ്പോ ചുണ്ടനക്ക് പറഞ്ഞിരുന്നെന്നറിയോ? അമാ ഇന്നഹും ഇഖ്വാനുക്കും, അവര് നിങ്ങളെ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞാല് ഹിന്ദുക്കളല്ല, ക്രിസ്ത്യാനികളല്ല, ജൂതന്മാരല്ല, പാഴ്സികളല്ല എന്ന് പറഞ്ഞാല്, പാക്കേജ് ആയിട്ട് പറഞ്ഞാല് അമുസ്ലിമീങ്ങളല്ല, മുസ്ലിമീങ്ങൾ തന്നെയാണ്, നിങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. ഒമിനെ ജിൽദത്തിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആള് തന്നെയാണ്. തഹജ്ജുദ് നിസ്കാരത്തിന് കുറവൊന്നുമില്ല, ളുഹാ നിസ്കാരത്തിന് കുറവൊന്നുമില്ല, സ്വലാത്തിനും ദിക്റിനും കുറവൊന്നുമില്ല. ഇതെല്ലാം ചെയ്യുന്ന നിങ്ങളെ പോലത്തെ ആളുകൾ തന്നെയാണ്. വലാകിന്നഹും അഖ്വാമും, പക്ഷേ അവരുടെ ഒരു ദുസ്വഭാവം എന്തെന്നറിയോ? ഇദാ ഖലൗ, അവര് ഒറ്റക്കിരിക്കുമ്പോ, അവര് തനിച്ചാകുമ്പോ, ബിമഹാരിമില്ലാഹി ഇംദഹഖുഹാ, അവര് ഹറാമില് മുഖം കുത്തി വീഴുന്നവരാ, അവര് ഹറാമ് ചെയ്യുന്നവരാ, അവര് പലിശ വാങ്ങുന്നവരാണ്, കള്ള് കുടിക്കുന്നവരാ, അവര് മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഒറ്റക്കിരിക്കുമ്പോ ആൾക്കൂട്ടത്തിലോ ഒരു വലിയ ദാക്കിരീങ്ങളാണ്, ആൾക്കൂട്ടത്തിൽ വലിയ ദാക്കിരീങ്ങളാണ്, ദാക്കിറാത്തുകളാണ്. സഹോദരങ്ങളെ, ജനമധ്യത്തിൽ വെച്ച് ജനങ്ങളുടെ കൂട്ടത്തിൽ വിട്ട് പൊട്ടിക്കരയുന്നവനല്ല സൂഫി. ഒറ്റക്കിരിക്കുമ്പോ തെറ്റിൽ നിന്ന് മാറാൻ അവന് കഴിയുമോ? എന്നാൽ അവന് അല്ലാഹുവിന്റെ
അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയുണ്ട്. അതുകൊണ്ട് ആൾക്കൂട്ടത്തിലുള്ള അമലുകളല്ല വലിപ്പമുള്ളത്, ആൾക്കൂട്ടത്തിലുള്ള കരച്ചിലല്ല അള്ളാഹുവിന്റെ മുമ്പിൽ സ്ഥാനമുള്ളത്. ഒറ്റക്കിരിക്കുമ്പോഴുള്ള നമ്മുടെ ഇബാദത്ത്, ഒറ്റക്കിരിക്കുമ്പോ നമ്മുടെ ശൈലി, ഒറ്റക്കിരിക്കുമ്പോ നമ്മുടെ ജീവിത വിശുദ്ധി, അതാണ് അല്ലാഹു പരിഗണിക്കുന്നത്. മുആവിയ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചല്ലോ നബി തങ്ങളോട്, യാ റസൂലല്ലാഹ് ഔറാത്തുനാ മാ നഅതി മിൻഹാ വമാ നദർ, ഈ ഔറത്ത് മറയ്ക്കുന്നതിൽ ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഔറത്ത് മറയ്ക്കുമ്പോൾ ഞങ്ങൾ എന്താണ് കൊണ്ടുവരേണ്ടത്, എന്താണ് ഒഴിവാക്കേണ്ടത്, എന്താണ് തള്ളേണ്ടത്, എന്താണ് കൊള്ളേണ്ടത്? ആ സമയത്ത് മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞു, ഇഹ്ഫദ് ഔറതക, നിന്റെ നാണം നീ മറയ്ക്കണം. മിൻ സൗജതിക ഔ മാ ഇല്ലാ മിൻ സൗജതിക ഔ മാ മലക്കത് യമീനുക, നിന്റെ അടിമ പെണ്ണുങ്ങളുടെ മുമ്പിൽ നിന്ന്, അതുപോലെ നിന്റെ ഭാര്യയുടെ മുമ്പിലും ഒഴിച്ച്, നിന്റെ ഭാര്യയുടെ മുന്നിൽ നിനക്കെന്തുമാകാം, പക്ഷേ അല്ലാത്ത സന്ദർഭങ്ങളിൽ നിന്റെ ഔറത്തിനെ നീ സൂക്ഷിക്കണമെന്ന് പറയുമ്പോ മുആവിയ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചത് തുർമുദിയിലുള്ള ഹദീസാണ്. തിരിച്ച് റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, അർറജൂലു യകൂനു ഖാലിയാ, നബിയേ ഒരു മനുഷ്യന് ഒറ്റയ്ക്കൊരു റൂമിനകത്താകുമ്പോഴോ, പെരിങ്ങത്തൂരുകാരാ നിങ്ങൾക്കൊരു സംശയം ഇതുവരെ വന്നിട്ടില്ലേ? ഞാൻ ഒറ്റയ്ക്ക് എന്റെ റൂമിലുള്ളൂ. മക്കളുണ്ടെങ്കിൽ തുണി ഉടുക്കണം, ബന്ധുക്കളുണ്ടെങ്കിൽ തുണി ഉടുക്കണം. കെട്ടിയോളാണ് മുന്നിലുണ്ടതെങ്കിൽ എന്തിനു തുണി ഉടുക്കണം? കെട്ടിയവനാണെങ്കിൽ നീ എന്തിന് ശരീരം മറയ്ക്കണം? ആ സമയത്ത് അള്ളാന്റെ ഹബീബിനോട് സഹാബി ചോദിക്കുന്നു, എന്നാൽ ഭർത്താവുമില്ല, ആരുമില്ല. ആ സമയത്ത് ഒറ്റയ്ക്കാണൊരു മനുഷ്യൻ നിൽക്കുന്നതെങ്കിൽ അവന് തുണി ഉടുക്കണോ എന്ന് ചോദിക്കുക. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയോ? ഫല്ലാഹു അഹഖു അൻ യുസ്തഹിയാ മിൻഹു, അല്ലാഹുവല്ലേ ലജ്ജിക്കപ്പെടാൻ ഏറ്റവും അർഹതപ്പെട്ടത്. അല്ലാഹ് കാണുന്നില്ലേ? അതുകൊണ്ട് നീ ഒറ്റയ്ക്കാണെങ്കിൽ പോലും നിന്റെ വസ്ത്രം നീ ഒരു കാരണവശാലും വിവസ്ത്രമാക്കരുത്. ബാത്റൂമിൽ നീ ഒന്നുമില്ലാതെ നീ തുണി ഒന്നും ഉടുക്കാതെ കുളിച്ചാലോ ദാരിദ്ര്യം വരുമെന്നാണ് മഹാന്മാര് പറയുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഞാൻ ഔറത്ത് ആരുടെ മുമ്പിലാണ് അല്പമെങ്കിലും തുറക്കേണ്ടത്? നിന്റെ ഭാര്യയുടെ മുമ്പിൽ, അല്ലാതെ ആരുടെ മുമ്പിലാ? അല്ലാത്തവരുടെ മുമ്പിലോ? പാടില്ല. എന്നാ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറ്റിയിടാമോ? അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, മുആവിയ, അല്ല ഇല്ലേ അവിടെ? അല്ല അവിടെ ഇല്ലേ? അല്ല അല്ലേ ഇതെല്ലാം ഏറ്റവും കൂടുതൽ ലജ്ജിക്കപ്പെടാൻ അർഹതയുള്ളത് പടച്ചവനല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട സഹാബാക്കളെ സംസ്കരിക്കുകയാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമുക്ക് ഞാനിതിപ്പോ ആ വസ്ത്രം ധരിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ ഒറ്റക്കിരിക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ തുണി ഉടുക്കണമെന്ന കാര്യമോ അല്ല ഞാൻ പറയുന്നത്. ഇന്നിപ്പോ ഒറ്റക്കിരിക്കുമ്പോ പോട്ടെ, പുറത്തിറങ്ങുമ്പോ പോലും തുണി ഉടുക്കുന്നില്ല, പിന്നെ ഈ ഒറ്റക്കിരിക്കുമ്പോ ഇപ്പോഴത്തെ സമൂഹം എന്താണ്? നിങ്ങൾ നോക്ക്, ഇതിങ്ങനെയുള്ള തെറ്റുകൾ സമൂഹ മധ്യത്തിൽ വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു വേദി വഅളിന്റെ വേദിയാണ്. പണ്ടുകാല പെരിങ്ങത്തൂരിലും ഞാൻ മുമ്പ് വന്നിട്ടുണ്ട്, സഹറ കോളേജിൽ വന്നിട്ടുണ്ട്, പാലക്കൂരിൽ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പാനൂര് വന്നിട്ടുണ്ട്, കുഞ്ഞിപ്പള്ളിയിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ പരിസരത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ വിനീതം പ്രസംഗിച്ചിട്ടുണ്ട്. 10 വർഷത്തിന് മുമ്പും 12 കൊല്ലത്തിന് മുമ്പും ഒക്കെ. അപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട് സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറ്റിയിട്ട്. അന്നൊന്നും ഇത്രത്തോളം ഒരു മോശമായ രീതിയിലുള്ള വസ്ത്രം ആയിരുന്നില്ല. പിന്നെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കാസർഗോഡ് ജില്ലയും കണ്ണൂർ ജില്ലയും കേരളത്തിൽ എടുത്തു പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു 90% ആളുകളും പർദ്ദധാരികളാണ് സ്ത്രീകൾ. അത് അള്ളാഹു അനുഗ്രഹിച്ച് നിങ്ങൾക്ക് തന്ന ഒരു വലിയ സൗഭാഗ്യമാണ്. പിന്നെ അല്പം ലിപ്സ്റ്റിക് ഒക്കെ തേക്കും അല്ലേ? അതൊക്കെ ഇച്ചിരി കൂടുതലാണ്. അല്പോ ഐലൈനറൊക്കെ വരക്കും,
ഇച്ചിരി സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ തേക്കും. അതൊക്കെ സ്വകാര്യ വിഷയങ്ങളാണ്. എല്ലാത്തിലും ഈ മതമിടപെട്ടെന്ന് പറഞ്ഞിട്ട് ആളുകളെ കൊണ്ട് പറയിപ്പിച്ച് എന്തിനാണ്? മതബോധമുള്ള ഒരു പെൺകുട്ടി മദ്രസയിൽ 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ 8-ാം ക്ലാസ് വരെ, ഇവിടെയൊക്കെ +1 +2 വരെ ഉണ്ട്. 12-ാം ക്ലാസ് വരെ ഒരു പെൺകുട്ടി പഠിച്ചാൽ എന്തൊക്കെ ആകാം, എന്തൊക്കെ ആയിക്കൂടാന്ന് അവള് പഠിച്ചതാണ്. കൃത്യമായി അവൾക്കൊരു മതബോധം കൃത്യമായി കിട്ടുന്നതാണ്. അവർക്ക് അറിയുകയും ചെയ്യാം. പിന്നെ ഇങ്ങനെയൊക്കെ നടക്കുന്നവരെ, അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് വയലിന്റെ മജ്‌ലിസിൽ പരസ്യമായിട്ട് ഇങ്ങനെ വിചാരണ ചെയ്തു എന്നതിന്റെ പേരിൽ അവർ മാറാനൊന്നും പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ അല്ലാഹു തആല തരുമ്പോഴായിരിക്കും പടച്ചോനെ ഇത് വലിയ പരീക്ഷണമായല്ലോ എന്ന് പറഞ്ഞിട്ട് മാറാൻ തീരുമാനിക്കുക. ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ഐലൈനറും ഈ പറയുന്ന കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ വിറ്റഴിക്കപ്പെടാത്ത കുറച്ച് വർഷങ്ങൾ ഉണ്ടായിരുന്നു. എപ്പോഴാ? കോവിഡ് സമയത്ത് ചുണ്ടില് തേച്ചു എന്ന് കരുതിയിട്ട് ആര് കാണാനാ? മാസ്ക് വെച്ചേക്കല്ലേ. അങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരും. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ വസ്ത്രധാരണത്തില് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളിപ്പോ എയർപോർട്ടിലോ അല്ലെങ്കിൽ പിന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോ ഇപ്പൊ ഞാൻ തന്നെ എനിക്ക് നിർബന്ധമായത് എന്റെ വസ്ത്രധാരണ എവിടെയാണ് നിങ്ങൾക്കറിയാമല്ലോ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പൊക്കിള് മുതൽ മുട്ടുവരെയാണ് നിർബന്ധമായത്. ബാക്കിയൊക്കെ മാന്യതയാണ്, നിർബന്ധമില്ല. ഞാനിപ്പോ ഒരു മുണ്ട്, മുട്ടിന് താഴ്ഭാഗത്ത് നിൽക്കുന്ന ഒരു മുണ്ട് പൊക്കിളിന് മുകളിൽ ഉടുത്തുകൊണ്ട് നിന്ന് പ്രസംഗിച്ചു എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് എന്നെ മതപരമായിട്ടൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് നിർബന്ധമായ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. പിന്നെയോ ഒരു മാന്യതയില്ലാത്ത പരിപാടിയാണത്. അതുകൊണ്ടാണ് നമ്മൾ പുരുഷന്മാർ ഇങ്ങനെ ഒരു ഷർട്ടൊക്കെ ഇട്ട് നടക്കുന്നത്. നിങ്ങൾ നോക്ക്, ഒരു പുരുഷൻ, നിങ്ങൾ ന്യായമായി നിങ്ങളുടെ മനസ്സാക്ഷിയോട് നിങ്ങൾ ചോദിക്കും, ഒരു ഫ്ലൈറ്റില് നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഒരു ഫ്ലൈറ്റില്, അത് രാജ്യാന്തര വിമാനമാകട്ടെ ആഭ്യന്തര വിമാനമാകട്ടെ ഏതോ ആകട്ടെ, ഒരു ഫ്ലൈറ്റില് ഒരു പുരുഷൻ ഷർട്ടൊന്നും ഇടാതെ കയറിയാൽ എന്താ സംഭവിക്കുക? അവൻ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവനായി, അല്ലെങ്കിൽ ഭ്രാന്തനായി, അല്ലെങ്കിൽ എന്തോ മാനസിക രോഗിയായി, ഒന്നും അല്ലെങ്കിൽ ന്യൂജൻ ഭാഷയിൽ, ഈ പുതിയ ലോകത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ കഞ്ചാവുകാരനായി മാറൂലേ? അതേസമയം എത്രയോ പെണ്ണുങ്ങൾ, എത്രയോ സ്ത്രീകൾ ഇതേപോലെ വസ്ത്രമുണ്ടോ? ഉണ്ട്. ഇല്ലേ? ഇല്ല. ആ രീതിയിൽ വിമാനത്തിലും ട്രെയിനിലും യാത്ര ചെയ്യുന്നു. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങളിൽ കൈകടത്തുന്ന പുരുഷന്മാർ, അല്ലേ? ഇതല്ലേ സംഭവിക്കുക? ഇനി ഇത്രയുള്ള ഒരു നിക്കറിട്ടുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ, ഒരു പുരുഷൻ ഫ്ലൈറ്റ് കയറിയാലോ നമ്മൾ അവനെ വിളിക്കുന്നത് ഭ്രാന്തനെന്നാണ്. അതേസമയം ഇത്രയുള്ള ഒരു പെണ്ണ് ഇട്ടുകൊണ്ടൊരു ഒരു ട്രെയിനിലോ ഫ്ലൈറ്റിലോ കയറിയാൽ അവള് പുതിയ ലോകത്താണ്, അവള് പരിഷ്കാരിയാണ്. ഇതാണ് സമൂഹത്തിൽ അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അകത്തിടുന്നത് നിൽക്കട്ടെ, പുറത്തുപോലും ഇന്ന് നാണം മറയ്ക്കാതെ നടക്കുന്ന ഒരു സമൂഹം. എന്നിട്ടോ ഇതൊക്കെ ആരെങ്കിലും കാണട്ടെ എന്ന് ചിന്തിച്ചിട്ടല്ലേ? എന്ത് വന്നാലും, ഈ പറയുന്നതിൽ എന്ത് പ്രശ്നം വന്നാലും അത് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ നോക്ക്, ഞാനിപ്പോ തുറന്നിട്ട് നടക്കുന്നത് എല്ലാരും കണ്ടോട്ടെ എന്ന് വെച്ചിട്ടല്ലേ ഞാൻ അങ്ങനെ നടക്കുന്നത്. എന്നിട്ട് ആരെങ്കിലും നോക്കിയാലോ അത് ഗുരുതരമായ തെറ്റായി. ഈ നിലയില് സദാചാരമെന്ന് പറഞ്ഞ് ആരും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. സഭ്യതയില്ലാത്ത, അസഭ്യമായ രീതിയിലുള്ള, അശ്ലീലമായ നിലയിലുള്ള ഒരു വസ്ത്രധാരണത്തിലൂടെ ഇന്ന് മുസ്ലിം പെണ്ണ് പേരെടുത്ത് ആരോടൊപ്പം മത്സരിക്കുന്നൊരവസ്ഥയിലാണ് മുസ്ലിം പെണ്ണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാന്റെ റസൂല് പറഞ്ഞ വാക്ക് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അള്ളാന്റെ മുമ്പിൽ നിനക്ക് ലജ്ജയില്ലേ? പടച്ചോന്റെ മുമ്പിൽ നിനക്ക് ലജ്ജയില്ലേ? അത്ര തന്നെ നമുക്ക് പറയാനുള്ളത്. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ, നമ്മുടെ സമുദായത്തെ അള്ളാഹു നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ഒറ്റക്കിരിക്കുക. ഏറ്റവും ഭൗതികമായ, ബുദ്ധിപരമായ ഒരു കാര്യം ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പങ്കുവെക്കാൻ,
ഒറ്റക്കിരിക്കുമ്പോഴാണ് ആ ഏകാഗ്രതയിലാണ് ഒരു മനുഷ്യനെ അല്ലാഹു തആല പ്രത്യേകം പരിഗണിക്കുക. എന്താ കാര്യമെന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ പറ്റി പറഞ്ഞതെന്തെന്നറിയോ? അള്ളാന്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് ഏത് സന്ദർഭത്തിലാണ്, ഏത് ഘട്ടമാണ്, ഏത് ശൈലിയാണ്, ഏത് രീതിയാണ്? അള്ളാന്റെ ഹബീബിന് 40-ാമത്തെ വയസ്സെത്തുന്നതിന് തൊട്ടു മുമ്പ് വരെ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന് കഅബാലയത്തിൽ നിന്ന് 5 കിലോമീറ്റർ അപ്പുറത്തുള്ള ജബലന്നൂർ എന്ന പർവ്വതത്തിന്റെ മുകളില് വല്ലാത്ത ഭീകരമായ അവസ്ഥയായിരുന്നു. അന്ന് കല്ലുകളും പാറക്കെട്ടുകളും ഉണ്ടായിരുന്ന ആ ഭീകരമായ അവസ്ഥകളിലൂടെ റസൂലുള്ള തരണം ചെയ്ത് പോയിരുന്നു. എന്നിട്ട് അവിടെ ഇരുന്ന് കഅബാലയത്തിലേക്ക് നേരെ കാണുന്ന രീതിയിൽ തിരിഞ്ഞിരിക്കുമായിരുന്നു. ഒറ്റക്കിരിക്കാൻ റസൂലിന് വലിയ താല്പര്യമാണ്. ആരുമില്ലാതെ ഒറ്റക്കിരിക്കാൻ താല്പര്യമാണ്. ആലോചിക്കണേ പ്രിയപ്പെട്ടവരെ, ഉമ്മ പ്രിയപ്പെട്ട ആമിന ബീവി 6 വയസ്സെത്തുന്ന സമയത്താണ് മരണപ്പെടുന്നത്. അള്ളാന്റെ ഹബീബ് തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ വയറ്റില് ഒരു 3 മാസം എത്തുമ്പോഴാണ് പിതാവി ലോകത്തോട് വിട പറയുന്നത്. ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ ഉമ്മ മരണപ്പെടുന്നതോടെ അബൂ ത്വാലിബ് അബ്ദുൽ മുത്തലിബ് എന്നവരെ ഏറ്റെടുക്കുകയാണ്. അബ്ദുൽ മുത്തലിബ് എന്നവരെ മരണപ്പെടുമ്പോൾ അബൂ ത്വാലിബ് എന്നവരെ ഏറ്റെടുക്കുകയാണ്. ആ അബൂ ത്വാലിബ് എന്നവരെ ഏറ്റെടുക്കുന്നതോടൊപ്പം തന്നെ 25-ാമത്തെ വയസ്സിൽ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ കൂടെ കൂടുകയാ. പ്രിയപ്പെട്ടവരെ, 25-ാമത്തെ വയസ്സിൽ റസൂലുള്ള വിവാഹം കഴിക്കുന്നു ഖദീജ ബീവിയെ. നീണ്ട 15 വർഷം കഴിയുമ്പോ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന് വഹി വരികയാ. ദിവ്യ സന്ദേശം ഹിറാ ഗുഹയിൽ വെച്ചല്ല കൊടുക്കുകയാ. ആ സമയം വരെ പ്രിയപ്പെട്ടവരെ എത്രയോ ആൾക്കൂട്ടത്തിനിടയിൽ റസൂലുള്ള കഴിഞ്ഞു. എല്ലാവർക്കും അല്ലമീനാണ്, എല്ലാവർക്കും സാദിഖാണ്. ആൾക്കൂട്ടത്തിൽ വെച്ച് അല്ലാഹു ഖുർആൻ കൊടുത്തില്ല. ഖദീജയോടൊപ്പം കിടക്കുന്ന സമയത്ത് ഖുർആൻ കൊടുത്തില്ല. അബൂ ത്വാലിബോടൊപ്പം സംസാരിക്കുന്ന സമയത്ത് ഖുർആൻ കൊടുത്തില്ല. അല്ലാഹു ഖുർആൻ കൊടുത്തത് എപ്പോഴാണ്? ഇഖ്റഇന്റെ സന്ദേശം കൊടുത്തത് എപ്പോഴാണ്? അത് കിട്ടുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ മുത്തിനെ അല്ലാഹു കൊണ്ടുപോയി എവിടെ? ജബലന്നൂറിലെ ഗാർ ഹിറായിലെ കൊണ്ടുപോവുകയാ. അവിടെ ധ്യാന നിമഗ്നനായി ഒറ്റയ്ക്കിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലിയെ പറ്റി പറഞ്ഞത് എന്താണ്? സുമ്മ ഹുബ്ബിബ ഇലൈഹിൽ ഖലാ, ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരിക്കുന്നത് എന്റെ റസൂലിന് പ്രിയങ്കരമായിരുന്നു. വകാന യഖ്ലൂ ബിഗാർ ഹിറാ, ഗാർ ഹിറായിൽ റസൂലുള്ള ഒറ്റയ്ക്കിരിക്കുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിന് ഏറ്റവും പ്രിയങ്കരമായത് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കലാണ്. സമൂഹത്തിന്റെ എല്ലാ അനാചാരങ്ങളെ പറ്റി ഓർത്ത് ഒറ്റയ്ക്കിരിക്കുകയാ. അങ്ങനെ ഒറ്റയ്ക്ക് ഗാർ ഹിറായിലിരിക്കുമ്പോഴല്ലേ 7 ഭൂമിയുടെ അടിയിലേക്ക് നീണ്ടു കിടക്കുന്ന ചക്രവാളം പടത്തിയോട് വീണ്ടും വിടർന്നു കിടക്കുന്ന വിശാലമായ ഭീകരമായ ചിറകുകളോട് ജിബ്രീൽ മാലാഖ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു കൊടുത്തത്, ഹിറാ ഗഹ്വരത്തിന്റെ അന്തരീക്ഷത്തെ കീറി മുറിച്ചുകൊണ്ട് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്തു, ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. സഹോദരങ്ങളെ, ഈ 5 വചനങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു ഇറക്കി കൊടുത്ത ഇഖ്റഇന്റെ സന്ദേശം മുസ്തഫായ നബിക്ക് കൊടുത്തത് എപ്പോഴാണ്? ആൾക്കൂട്ടത്തിന്റെ നടുവിലല്ല, ഭാര്യ ഖദീജയോടൊപ്പം കഴിയുമ്പോഴല്ല, അബൂ ത്വാലിബ് എന്നവരോടൊപ്പം കഴിയുമ്പോഴല്ല, സ്വാദിഖും അൽ-അമീനെന്നും വിളിച്ച മക്കയുടെ പ്രവിശ്യയിലൂടെ ആളുകൾ ഒരുപാട് പേര് സ്നേഹത്തണലില് കൈവെള്ളയില് കൊണ്ടു നടന്ന കണ്ണിലുണ്ടിയായ അൽ-അമീനെ മുഹമ്മദ് മുസ്തഫ. അപ്പോഴൊന്നും അല്ലാഹു ഖുർആൻ കൊടുത്തില്ല. പിന്നെ ഖുർആൻ കൊടുത്തത് എപ്പോഴാണ്? അത് കിട്ടുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബിനെ ഒറ്റക്കിരുത്തുകയാ. ഒറ്റക്കിരുത്തിയിട്ടാണ് റസൂലുള്ളാഹിന് ഖുർആൻ കൊടുത്തത്. ഇനി നിങ്ങൾ വരോ പ്രിയപ്പെട്ടവരെ, രണ്ടാമത് റസൂലുള്ളാഹിന് അല്ലാഹുവിനെ കാണിച്ചു കൊടുക്കുകയാ. എപ്പോഴാണ് അല്ലാഹുവിനെ കാണിച്ചു കൊടുത്തതെന്നറിയോ? നബി തങ്ങൾക്ക് അല്ലാഹുവെ കാണാനുള്ള ഭാഗ്യം കിട്ടിയത് എവിടെയാണ്?
മസ്ജിദുൻ നബവിയിലാണോ അല്ല, മക്കത്തുൽ മുകറമയിലാണോ അല്ല, ബൈത്തുൽ മുഖദ്ദസിലാണോ അല്ല, മഖാം ഇബ്രാഹിമിന്റെ ഭാഗത്താണോ അല്ല, ഹിജ്ർ ഇസ്മായിലിലാണോ അല്ല, സഫാ മർവ കുന്നുകളുടെ മുകളിലാണോ അല്ല, മതാഫിലാണോ മസ്അയിലാണോ? അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹനെ കാണിച്ചു കൊടുത്തത് മക്കയിൽ വെച്ചല്ല, മദീനയിൽ വെച്ചല്ല, ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ചല്ല. പിന്നെയോ ഒന്നാം ആകാശത്തല്ല, രണ്ടാം ആകാശത്തല്ല. എന്തേ അവിടെ വെച്ച് കാണിക്കാത്തതെന്നറിയോ? ഒന്നാം ആകാശത്ത് മലക്കുകളുണ്ട്, രണ്ടാം ആകാശത്ത് മലക്കുകളുണ്ട്, മൂന്നാം ആകാശത്ത് മലക്കുകളുണ്ട്, നാലാം ആകാശത്ത് മലക്കുകളുണ്ട്, അഞ്ചിലും ആറിലും ഏഴിലും മലക്കുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. മലക്കുകൾക്ക് പുറമെ പ്രവാചകന്മാരിൽ ചില വ്യക്തികളും ആകാശ ലോകത്തുണ്ട്. അഞ്ചാം ആകാശത്ത് മൂസാ നബിയെ കണ്ടില്ലേ, ഏഴാം ആകാശത്ത് ഇബ്രാഹിം നബിയെ കണ്ടില്ലേ? അങ്ങനെ ഓരോ ആകാശങ്ങളിലും മലക്കുകളും പ്രവാചകന്മാരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടിയപ്പോ അവിടെയെങ്ങും വെച്ച് അല്ലാഹനെ കാണിച്ചു കൊടുത്തില്ല. അവിടെ നിന്നും പോയി എവിടെയാണ്? മഖാമുസ് ശരീഫുൽ ഖുലാ, അവിടെ വെച്ചും കാണിച്ചില്ല. അതുപോലെ തന്നെ റഫ്റഫിൽ വെച്ച് കാണിച്ചില്ല, സിദ്റത്തുൽ മുൻതഹയിൽ വെച്ച് കാണിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അതും കഴിഞ്ഞ് കൊണ്ടുപോയി എവിടെയാണ്? യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് എല്ലാ ആകാശങ്ങളും കടന്ന്, മഖാമുസ് ശരീഫുൽ അഖ്ലാമ കടന്ന്, സിദ്റത്തുൽ മുൻതഹ കടന്ന്, റഫ്റഫ് കടന്ന്, എല്ലാം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് പ്രിയപ്പെട്ടവരെ എത്തിയത് എവിടെയാണ്? ഏഴാകാശങ്ങളും കടന്നിട്ട് 10ാമത്തെ മിറാജ്. വകാന ഖാബ ഖൗസൈനി ഔ അദ്നാ ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. ജിബ്രീലുമായിട്ടുള്ള കണക്ഷൻ മുറിഞ്ഞിട്ട് ജിബ്രീൽ പറഞ്ഞു, ദഇനി ദഇനി ദഇനി, എന്നെ ഉപേക്ഷിക്കൂ നബിയേ, തഖദ്ദം, അങ്ങ് പോകൂ നബിയേ, ദഇനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിനെ, അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു കാണിക്കാൻ കൊണ്ടുപോയത് ജിബ്രീൽ അലൈഹിസ്സലാമിന് സാമീപ്യമുള്ള സിദ്റത്തുൽ മുൻതഹയിലല്ല, അതിന് തൊട്ടുമുകളിലുമല്ല, അതിന്റെ മുകളിലുമല്ല, അതിന്റെ മുകളിലുമല്ല. ആരുടെയും സ്പർശന ദർശനങ്ങളെത്താത്ത അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമുള്ളത് എവിടെയാണോ അവിടെ വരെ റസൂലുള്ളാഹിനെ കൊണ്ടുപോയിട്ട് ആരുമില്ലാതെ ഒറ്റയ്ക്ക് എന്റെ ഹബീബിന് അല്ലാഹനെ കാണിച്ചു കൊടുക്കുകയാണ്. ഒറ്റയ്ക്കാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ കൊടുത്തത് ഒറ്റയ്ക്ക്, അൽക്കൂട്ടത്തിലല്ല. പിന്നീട് ഘട്ടം ഘട്ടമായി ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ട പ്രവാചകന് ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ കിടക്കുമ്പോ, അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും ആൾക്കൂട്ടത്തിൽ വെച്ച്, ഒട്ടകത്തിന്റെ പുറത്ത്, കുതിരയുടെ പുറത്ത്, പിന്നെ അതുപോലെ തന്നെ പള്ളിക്കകത്ത്, ജനമധ്യത്തില്, രണാങ്കണത്തില്, മലമുകളില്, താഴ്വരയില് ഒക്കെ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു വഹി കൊടുത്തു, ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തു. പക്ഷേ ആദ്യത്തെ ഇഖ്റഇന്റെ സന്ദേശം കൈമാറാൻ അല്ലാഹു കൊണ്ടുപോയത് ആരുമില്ലാത്ത ഏകാന്തമായ ഗാർ ഹിറായിൽ. അല്ലാഹനെ കൊടുക്കാനോ നേരെ കൊണ്ടുപോയി ആരുമില്ലാത്ത അല്ലാഹുവിന്റെ സവിധത്തിൽ.